എനിക്ക് സംസാരിക്കാൻ മടിയാ. ഞങ്ങൾ പോവുകയാണ് ഗായ്സ്, ലഡ്ലോ പോവുകയാണ് ഗായ്സ്, ലഡ്ലോ. ഹലോ ഓൾ, ഇന്ന് ഞങ്ങൾ പോകുന്നത് ലഡ്ലോയിലേക്കാണ്. ചെറിയ ദൂരമല്ല, വലിയ ദൂരം, ഒരുപാട് ട്രാവൽ ചെയ്യണം. ബാക്കി വിശേഷങ്ങൾ പോകുന്ന വഴിയിലും ലഡ്ലോയിൽ എത്തിയതിനു ശേഷവും ഷെയർ ചെയ്യുന്നതായിരിക്കും. വെയിറ്റ് ആൻഡ് സീ. ലണ്ടനിൽ നിന്നും വെയിൽസിലേക്ക് പോകുന്ന വഴിയാണ് ഈ ലഡ്ലോ എന്ന് പറയുന്ന സിറ്റി എന്നൊന്നും പറയാൻ വേണ്ടി പറ്റില്ല. ബ്രിട്ടീഷുകാർ മാത്രം താമസിക്കുന്ന ഭയങ്കര ഓർത്തഡോക്സ് ആയിട്ട് അവരുടെ പഴയ രീതിയിൽ താമസിക്കുന്ന ഒരു സ്ഥലമാണ്, ചെറിയൊരു സ്ഥലമാണ് ഈ ലഡ്ലോ. ഇവിടെ വെയിൽസിലേക്ക് എത്തുന്നതിന്റെ കുറച്ച് മുന്നേ ആണ്, ഇംഗ്ലണ്ട് തന്നെയാണ്, വൂൾവർഹാംപ്ടന്റെ ആ സൈഡാണ് വരുന്നത്. ഇവിടെ പൊതുവെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും, ഇവിടെ ഈ ട്രെയിനിൽ കയറിയിട്ട്, അതായത് വെയിൽസിലേക്കുള്ള ട്രെയിനിൽ കയറിയതിനു ശേഷമാണ് ഞങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചത്. ഇവിടെ ഈ ട്രെയിനിലൊക്കെ ഇംഗ്ലീഷിലും വേറൊരു ലാംഗ്വേജിലും എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. അതായത് എക്സിറ്റ്, ടോയ്ലറ്റ്, പിന്നെ വരുന്ന അനൗൺസ്മെന്റ്, അടുത്ത് എത്താൻ പോകുന്ന സ്റ്റോപ്പ്, ഇതൊക്കെ വേറൊരു ലാംഗ്വേജിൽ എഴുതി വെച്ചിരിക്കുകയാണ്. ആ ലാംഗ്വേജ് ഏതാണെന്നുള്ളത്, അതായത് അവരെന്ത് പറഞ്ഞാലും, ഇപ്പോൾ ലോക്കോ പൈലറ്റിന്റെ കയ്യിൽ നിന്ന് വരുന്ന അനൗൺസ്മെന്റ് ആയാലും ആദ്യം വേറൊരു ലാംഗ്വേജിൽ പറഞ്ഞതിന് ശേഷമാണ് അത് ഇംഗ്ലീഷിൽ പറയുന്നത്. അതെന്താണെന്ന് നോക്കിയപ്പോഴാണ് മനസ്സിലായത്, അത് വെൽഷ് എന്ന് പറയുന്ന ലാംഗ്വേജ് ആണ്. അതായത് നോർമൻ ആധിപത്യം ഇംഗ്ലണ്ടിൽ വരുന്നതിന് മുന്നേ ഉണ്ടായിരുന്ന ലാംഗ്വേജ് ആണ് ഈ വെൽഷ്. ഇപ്പം വെയിൽസിൽ അവരത് ഇപ്പോഴും യൂസ് ചെയ്യുന്നു. അവരത് ഭയങ്കര അവരുടെ പ്രഷ്യസ് ആയിട്ട് ഇപ്പോഴും അവരത് ഇൻ ബിറ്റ്വീൻ യൂസ് ചെയ്യാറുണ്ട്. അതുകൊണ്ടാണ് ഈ ലാംഗ്വേജ് ഇതിലും എല്ലാ നോട്ടീസിലും എല്ലാ സൈൻ ബോർഡിലും എല്ലാത്തിലും നമുക്ക് രണ്ട് ലാംഗ്വേജിൽ കാര്യങ്ങൾ കാണാൻ വേണ്ടി പറ്റും. ഇത് ടോട്ടലി ആൽഫബറ്റ്സ് ഒക്കെ ഇംഗ്ലീഷ് പോലെ തന്നെയാണ്, പക്ഷെ അവരുടെ പ്രൊനൗൺസിയേഷൻ അതുപോലെ പറയുന്നതും ഒക്കെ നമുക്ക് തീരെ ഇംഗ്ലീഷുമായിട്ട് ആൽഫബറ്റ്സ് മാത്രമേ സിമിലാരിറ്റി ഉള്ളൂ, വേറെ ഒരു രീതിയിൽ ഇംഗ്ലീഷുമായിട്ട് സിമിലാരിറ്റി ഇല്ലാത്ത ഒരു ലാംഗ്വേജ് ആണ്. നമ്മൾ ലഡ്ലോയിൽ എത്തിയിരിക്കുകയാണ്. ചെറിയൊരു റെയിൽവേ സ്റ്റേഷനാണ്, ആകെ 2 പ്ലാറ്റ്ഫോം മാത്രമുള്ള ഒരു റെയിൽവേ സ്റ്റേഷനാണ്. ഇവിടെ നമ്മുടെ ലണ്ടനിലെ പോലെ റഷ് ആയിട്ടുള്ള സ്ഥലമൊന്നുമല്ല, ഭയങ്കര ക്വയറ്റ് ആൻഡ് കാം ആയിട്ടുള്ള സ്ഥലമാണ്. ഈ റെയിൽവേ സ്റ്റേഷൻ ഇരിക്കുന്ന ഭാഗം തന്നെയാണ് ഇതിന്റെ സിറ്റി സെന്റർ ആയിട്ട്. ഇവിടെ സിറ്റി സെന്റർ എന്ന് പറയാൻ വേണ്ടി ആകെ ഒരു വലിയ അൽദിയും പിന്നെ ഒരു ടെസ്കോയും മാത്രമേ ഇവിടെ ഉള്ളൂ. ഒരു അൽദിയും ടെസ്കോയും മാത്രമാണ് ഇവിടെ. നമുക്ക് ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് ആയിട്ട് അങ്ങനെയൊന്നും ഇല്ല. പിന്നെ ഈ കാണുന്നത് ഇവിടുത്തെ ഒരു ബ്രൂവിംഗ് കമ്പനിയാണ്, അതായത് ബിയർ ഉണ്ടാക്കുന്ന ഇവിടുത്തെ ഭയങ്കര പ്രശസ്തമായിട്ടുള്ള ഒരു ബ്രൂവിംഗ് കമ്പനിയാണത്. അവിടെ നമുക്ക് ഇരുന്നിട്ട് അവരുടെ ബിയറും പിന്നെ ഇരുന്ന് കഴിക്കാൻ, അതായത് ബിയർ കഴിക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട് അവിടെ, ഈ റെസ്റ്റോറന്റ് ഒക്കെ പോലെ. ഇത് ഈ റെയിൽവേ സ്റ്റേഷന്റെ അടുത്ത് തന്നെയാണുള്ളത്. ഇവിടെ പൊതുവെ ഈ ഒരു കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർക്ക് താമസിക്കാൻ, അതായത് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ ഇവിടെ തന്നെയാണ് ഇവർ മാനുഫാക്ചർ ചെയ്യുന്നത്. അതായത് ഇപ്പം ഡയറി പ്രൊഡക്ട്സ് ആയാലും ഇതുപോലെ ബിയർ, പിന്നെ പച്ചക്കറികളൊക്കെ ആയാലും ഇവിടെ തന്നെയാണ് ഇവർ കൾട്ടിവേറ്റ് ചെയ്തെടുക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ടെസ്കോയിൽ കയറാൻ വേണ്ടി പോവുകയാണ്. കാരണം ഇവിടെ അടുത്തൊന്നും നിയർ ബൈ ആയിട്ട് നമുക്ക് ഇത്ര രാവിലെ ഫുഡ് കഴിക്കാൻ വേണ്ടി റെസ്റ്റോറൻറ്റോ മെക്ഡിയോ അങ്ങനെയൊന്നും കാണുന്നില്ല. ഗൂഗിളിൽ നോക്കിയിട്ടും ഇവിടെ നിയർ ബൈ ആയിട്ട് നമുക്ക് വോക്കബിൾ ഡിസ്റ്റൻസിലൊന്നും കാണാതെ വന്നപ്പോൾ ഞങ്ങൾ ടെസ്കോയിൽ തന്നെ കയറി സാൻഡ്വിച്ച് കഴിക്കാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ചിക്കൻ കോറിനേഷൻ സാൻഡ്വിച്ച് എടുത്തിട്ടുണ്ട്. ഇത് ഈ ടെസ്കോന്റെ ആൽക്കഹോളിന്റെ പ്രൊഡക്ട്സ് ഇരിക്കുന്ന അയിലാണ്. ഇവിടെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും ബിയർ ഉണ്ട്, സൈഡർ ഉണ്ട്, അതുപോലെ ഹോട്ട് ഉണ്ട്. ഇതൊരു വലിയ അയിലാണ്. പൊതുവേ ലണ്ടന്റെ അകത്ത് ഈ ടെസ്കോ എക്സ്ട്രാ ആണ് കാണാറ്, അല്ലെങ്കിൽ എക്സ്പ്രസ്. ഞാൻ കണ്ടതിൽ വെച്ച് ഇപ്പൊ എക്സ്ട്രായിനേക്കാളും എക്സ്പ്രസിനേക്കാളും, എക്സ്പ്രസ് എന്ന് പറയുമ്പോൾ ചെറുതായിരിക്കും, എക്സ്ട്രാ എന്ന് പറയുമ്പോൾ വലുതായിരിക്കും. അതിലും വലിയ ടെസ്കോ ആണ് കാണുന്നത്. ഇവിടെ റേറ്റും കമ്പാരിറ്റീവ്ലി ഡിഫറൻറ്റ്, അതായത് ഇവിടെ കുറവാണ്, ലണ്ടനിൽ പൊതുവെ കൂടുതലാണ്. ഈ സൈഡിൽ നിന്ന് ആ സൈഡ് വരെ ഇവിടെ വെച്ചിരിക്കുന്നത് മൊത്തം ഇവിടുത്തെ ആൽക്കഹോൾ പ്രോഡക്ട്സ് ആണ്. അങ്ങനെ സാൻഡ്വിച്ച് നമ്മൾ ബില്ല് ചെയ്തു, ടെസ്കോന്റെ ക്ലബ് കാർഡ് യൂസ് ചെയ്തു, ആപ്പിൾ പേ യൂസ് ചെയ്ത് ഇവിടെ പേ ചെയ്തു. £7.20 ആണ് ആയത്. അതിനുശേഷം കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളിങ്ങനെ ഇരിക്കാനുള്ള ഒരു സ്പോട്ട് നോക്കി നടക്കുന്ന സമയത്ത് അവിടെ ഒരു ബിൽഡിംഗ് ഉണ്ട്. അത് കണ്ടു കഴിഞ്ഞാൽ ചർച്ച് പോലെ ഉണ്ട്. അപ്പോൾ അതൊരു ഓൾഡ് ചർച്ച് ആണല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ അതിന്റെ അടുത്തേക്ക് ചെന്നപ്പോഴാണ് മനസ്സിലാക്കിയത് ഗൈസ്, അത് ചർച്ചല്ല, അതൊരു പ്രിന്റിംഗ് കമ്പനിയാണ്. നമ്മൾ ഈ പ്രിന്റിംഗ് ചെയ്യുമല്ലോ, പേപ്പറിലും പിന്നെ വലിയ ഫ്ലെക്സ് കാര്യങ്ങളൊക്കെ പ്രിന്റ് ചെയ്യുന്ന ഒരു പ്രിന്റിംഗ് കമ്പനിയായിരുന്നു. അത് ഒരു ചർച്ച് പോലെ ഭയങ്കര പഴയ ബിൽഡിംഗ് ആണ്. പണ്ടത്തെ പ്രിന്റിംഗ് കമ്പനി. ഇപ്പോഴും അവർ മോഡേണൈസേഷൻ ഒന്നും ചെയ്യാതെ ആ ബിൽഡിങ്ങിനകത്ത് തന്നെയാണ് അവർ ഇപ്പോഴും ആ കമ്പനി റൺ ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ ലഡ്ലോ മാർക്കറ്റ്, അതായത് വെനസ്ഡേ ആയതുകൊണ്ട് തന്നെ ലഡ്ലോ മാർക്കറ്റ് ഓപ്പൺ ആണ്. വെനസ്ഡേയിൽ മാർക്കറ്റ് കാണാൻ വേണ്ടി പോവാണ്. പോകുന്ന വഴി ചെറുതായിട്ടൊന്ന് തെറ്റിയോ, കാരണം ഇത് ഫുള്ള് ഹില്ലി ഏരിയ ആണ്. നമ്മൾ താഴേന്ന് മുകളിലേക്ക് ട്രക്ക് ചെയ്യുന്ന പോലെ വേണം കയറി വരാൻ വേണ്ടിയിട്ട്. ഭയങ്കര കയറ്റങ്ങളും ഇറക്കങ്ങളും ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അപ്പോൾ വഴി തെറ്റിയോ എന്നുള്ള ഡൗട്ടിൽ നമ്മൾ ഒരാളോട് വഴി ചോദിച്ചു. ഒരു ലേഡി ആയിരുന്നു, ഒരു കുറച്ച് പ്രായമായിട്ടുള്ള ലേഡി. പിന്നെ അവർ നമ്മുടെ കൂടെ അങ്ങോട്ട് കൂടി മാർക്കറ്റ് വരെ. അങ്ങനെ ഞങ്ങൾ മാർക്കറ്റിലേക്ക് പോവാണ്. ചെറിയ ചെറിയ ഇടുക്ക് വഴികളാണ്. ഈ വഴികളുടെ സൈഡിലൊക്കെ ബിൽഡിങ്സ് ഇങ്ങനെ റോഡിലേക്ക് ചരിഞ്ഞ് നിൽക്കുന്ന പോലെയാണ് ഇവിടെ നിൽക്കുന്നത്. ഭയങ്കര ഓൾഡ് സിറ്റിയാണ്. എല്ലാ ബിൽഡിങ്സും ഇവിടെ പഴയ ബിൽഡിങ്സ് ആണ്.
ഈ കാണുന്നതാണ് നമ്മുടെ കൂടെ കൂടിയ ആ ഓൾഡ് ലേഡി. അവരുടേതായ ഫ്ലുവൻസിയിൽ അവരുടെ സ്ലാങ്ങിൽ എന്തൊക്കെയോ പറയുന്നുണ്ട്. കുറേയൊന്നും നമുക്ക് മനസ്സിലാവുന്നില്ല, കുറേയൊക്കെ നമുക്ക് മനസ്സിലാകും. അങ്ങനെ അവരോട് നമ്മൾ സംസാരിച്ച് ഇങ്ങനെ നടന്നു പോവാണ്. കാരണം ആ ലേഡിയും ഈ പറഞ്ഞ പോലെ മാർക്കറ്റിലേക്ക് വഴി തെറ്റി കുടുങ്ങിപ്പോയതാണ്. അപ്പം നമ്മൾ മാർക്കറ്റിൽ എത്തുവാണെങ്കിൽ അവർ മാർക്കറ്റിൽ എത്തുമല്ലോ എന്നുള്ളൊരു പ്രതീക്ഷയിൽ അവർ നമ്മുടെ കൂടെ കൂടി അങ്ങനെ മാർക്കറ്റിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ചെറിയ മാർക്കറ്റാണ്. പക്ഷേ ഈ മാർക്കറ്റിന് ഒരു പ്രത്യേകതയുണ്ട്. ഇവിടെ അവൈലബിൾ ആകുന്ന എല്ലാ പ്രോഡക്ട്സും ഹോം മെയ്ഡ് ആണ്. സ്വന്തം വീട്ടിലുണ്ടാക്കിയിട്ട് അവർ അവിടുന്ന് മാർക്കറ്റിൽ കൊണ്ടുവന്ന് വിൽക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നതാണ് ഈ കാണുന്നത്. ഇതിൽ ഒന്നും നമ്മൾ വെളിയിൽ നിന്ന് കൊണ്ടുവന്നതോ അല്ലെങ്കിൽ വേറെ തേർഡ് പാർട്ടിന്റെ കയ്യിൽ നിന്ന് വാങ്ങിയതോ അങ്ങനെ ആയിട്ടുള്ള പ്രൊഡക്ട്സ് ഒന്നുമില്ല. എല്ലാം വീട്ടിൽ ഈ ബ്രിട്ടീഷുകാർ അവരുടെ വീട്ടിലുണ്ടാക്കിയിട്ടുള്ള പ്രൊഡക്ട്സ് ആണ് എല്ലാം ഇവിടെ വിൽക്കുന്നത്. ഇപ്പം ഈ കാണുന്നത് സെറാമിക് പ്ലേറ്റ്സ് പോലത്തെ കപ്സ് പോലത്തെ ഐറ്റംസ് ആണ്. ഇവിടെയുള്ള ആളുകളൊക്കെ ഫാമേഴ്സ് ആണ്. ഇവിടെയുള്ള എല്ലാവരും ഈ പശു, ബഫലോ, അതുപോലെ അവർ തന്നെ ചെയ്ത് വെച്ചിരിക്കുന്ന ഡ്രസ്സ്, പിന്നെ ഈ തുണികൾ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന ബാഗ്, പിന്നെ അവരുടെ വീട്ടിലുണ്ടായിരിക്കുന്ന പച്ചക്കറികൾ, പഴങ്ങൾ, ഇതൊക്കെ ഹോം മെയ്ഡ് ആണ്. ഈ കാണുന്ന തുണിയായാലും പിന്നെ ഈ ഫ്രൂട്ട്സ് ഒക്കെ അവരുടേതായിട്ടുള്ള ഫാമിൽ ഉണ്ടായിട്ടുള്ളതാണ്. ഇത് ഇവിടുത്തെ ഒരു ഓൾഡ്, അതായത് പഴയ ക്യാമറ, അതുപോലെ വാച്ചസ്, പഴയതെന്ന് പറഞ്ഞാൽ ഭയങ്കര വിൻറ്റേജ് ആയിട്ടുള്ള ഐറ്റംസ് കൊടുക്കുന്ന ഒരു സ്ഥലമാണ്. അതായത് സെക്കൻഡ് ഹാൻഡ് ആണ് എല്ലാം ഇതുപോലെ വിൻറ്റേജ് ആയിട്ടുള്ള അവർ ബാറ്ററി ഒക്കെ റിപ്പയർ ചെയ്ത് എല്ലാം വർക്കിംഗ് കണ്ടീഷനിലാണ് അവർ ഇവിടെ സെല്ല് ചെയ്യുന്നത്. ഇത് നമ്മുടെ നാട്ടിൽ കരകൗശല വസ്തുക്കൾ എന്ന് പറയുന്നത് പോലെ അവർ സ്വന്തം വീട്ടിൽ ചെയ്തെടുത്തിരിക്കുന്ന ആൽക്കഹോളാണ് കാണുന്നത്. ഇത് നമ്മുടെ വീട്ടിൽ വളർത്തുന്ന നായ്ക്കൾക്ക് വേണ്ടിയിട്ടുള്ള ഫുഡാണ്. ആ വൈറ്റ് കളറിൽ കാണുന്നത് പന്നിയുടെ മൂക്കാണ്, അതായത് പിഗിന്റെ നോസാണ്. ഇപ്പുറത്ത് കാണുന്നത് ഒട്ടകത്തിന്റെ സ്കിന്നാണ്. അതെല്ലാം പട്ടിക്ക് വേണ്ടിയിട്ടുള്ള ഫുഡാണ് കേട്ടോ, ഡോഗ് ഫുഡാണ് എല്ലാം. പിന്നെ അവിടെ കാണുന്നത് ബഫലോന്റെ എല്ലാണ്, തൊടേന്റെ എല്ലാണ്. പിന്നെ അവിടെ അതുപോലെ ബഫലോയുടെ ചെവിയുണ്ട്. ഇതൊക്കെ അറുത്ത് അതുപോലെ കൊണ്ടുവച്ചിരിക്കുകയാണ്. ഇത് ആടിന്റെ കാല്. അതുപോലെ ഈ കാണുന്നത് മൊത്തം ഈ നായ്ക്കൾക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ്. ഇത് പിന്നെ പഴയ അവരുടെ മ്യൂസിക് കാസറ്റുകൾ, അവരിപ്പോഴും അത് കാസറ്റ്, ഡിസ്ക്, CD ഇതൊക്കെ ഇപ്പോഴും അവിടെ വിൽക്കുന്നുണ്ട്. ഇത് തുണികൾ കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ബാഗ്, പൗച്ചസ്, പേഴ്സ്, സ്ലിംഗ് ബാഗ്, അങ്ങനത്തെ സാധനങ്ങളാണ്. ഈ കാണുന്ന കമ്മല്, മാല, കയ്യിലിടുന്ന ബ്രേസ്ലെറ്റ്, ഇതെല്ലാം സ്വന്തം വീടുകൾ ഉണ്ടാക്കി കൊണ്ടുവരുന്നതാണ്. ഇത് ഞാൻ കണ്ടതിൽ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത് ഡ്രൈ ഫ്രൂട്ട്സും ബക്ലാവ അങ്ങനത്തെ സാധനങ്ങൾ വിൽക്കുന്ന ടർക്കിഷ് ഡിലൈറ്റൊക്കെ പോലത്തെ ടർക്കിഷ് ഐറ്റംസ് ആണ് ഈ ഒരു സെക്ഷനിൽ ഇയാൾ വിൽക്കുന്നത്. ഇയാളെ കണ്ടാലും ഒരു ടർക്കിക്കാരനെ പോലെ ഉണ്ട്. ആകെ അവിടെ ഞങ്ങൾ അത്രയും നേരം കറങ്ങിയിട്ട് വേറൊരു, അതായത് ഇംഗ്ലീഷ് അല്ലാതെ ഒരു കൺട്രിയിൽ നിന്ന് ഒരാളെ കണ്ടത് ഇയാളെ മാത്രമാണ്. ഇത് ഫുൾ ഡ്രൈ ഫ്രൂട്ട്സ്, ഞങ്ങൾ ഇതിനകത്ത് എല്ലാത്തിനും ഓരോ ഐറ്റംസ് വെച്ച് എടുത്തിട്ടുണ്ടായിരുന്നു. ഇത് മൊത്തം ഡ്രൈ ഫ്രൂട്ട്സും കാഷ്യൂസിന്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫ്ലേവേഴ്സ് ഉള്ള കാഷ്യൂസിൻ്റെ ഇതുമാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇങ്ങോട്ട് പോയാൽ കാണാൻ പറ്റും മാറ്റ്, നമ്മൾ തറയിലെടുത്ത മാറ്റും കാര്യങ്ങളൊക്കെ വീട്ടിൽ ചെയ്ത് ഹോം മെയ്ഡ് ആയിട്ട് ഉള്ള സാധനങ്ങൾ വിൽക്കുന്നതാണത്. ഇത് ട്യൂലിപ്സ് ആണ്, അതായത് തുണി കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന ട്യൂലിപ്സ് ആണത്. ഫ്ലവർ വേസ് പോലെ ആക്കിയിട്ട് അതിനകത്ത് തുണി കൊണ്ട് ട്യൂലിപ്സിന്റെ രൂപത്തിലാക്കി വെച്ചിരിക്കുകയാണ്. ഇത് പിക്കിൾഡ് ആയിട്ടുള്ള, അതായത് പലതരം ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഇവിടെ പിക്കിൾഡ് ആയിട്ടുള്ള സാധനങ്ങൾ ബ്രിട്ടീഷുകാർ യൂസ് ചെയ്യും. അതിന് പിക്കിൾഡ് ആക്കി വെച്ചിരിക്കുകയാണ്. ഇതും ഹോം മെയ്ഡ് ആണ്. പിന്നെ ഇത് ചീസാണ്, വീട്ടിലുണ്ടാക്കിയിരിക്കുന്ന പലതരം ചീസ്. അങ്ങോട്ട് അടുക്കുമ്പോഴേക്കും ചീസിന്റെ സ്മെല്ലാണ്. ഇവിടെ ഞാൻ പറഞ്ഞല്ലോ പശുവിന്റെ ഫാമേഴ്സ് ആയതുകൊണ്ട് തന്നെ ഡയറി പ്രൊഡക്ട്സ് ഒരുപാടുണ്ട്. അവർ സ്വന്തം വീട്ടിലുണ്ടാക്കി വെച്ചിരിക്കുന്ന ചീസാണ് ആ സെല്ല് ചെയ്യുന്നത്. ഇത് പിന്നെ ഇതുപോലെ സ്റ്റോൺ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്, ഡിഫറെന്റ് കളറുള്ള സ്റ്റോൺ ഡിഫറെന്റ് ഷേപ്പിലാക്കി ഇങ്ങനെ ഗ്ലേസിംഗ് കൊടുത്ത് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് ബ്രേസ്ലെറ്റ്, കമ്മല്, മാല ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ വീട്ടിലിങ്ങനെ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്റീരിയർ ഡിസൈനിങ്ങിനൊക്കെ യൂസ് ചെയ്യുന്ന പോലത്തെ പലതരം സ്റ്റോൺസ് ആണ് അത്. ഇനി അവിടെ നിന്ന് ഇങ്ങോട്ട് മൂവ് ചെയ്താൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും, അതായത് ഇവിടെ ഈ ടോയ്ലറ്റ് ടിഷ്യൂസ് റോള്, അതായത് ടോയ്ലറ്റ് ടിഷ്യൂസ് വെക്കുന്ന അതിന്റെ ഹോൾഡർ ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. പശുവിന്റെ, ആടിന്റെ, പട്ടീന്റെ ഒക്കെ രൂപത്തിൽ അവർ മേക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇത് ടേബിൾ ലൈറ്റ് ആണ്. ടേബിൾ ലൈറ്റ് ഇതുപോലെ ഹോം മെയ്ഡ് ആക്കി വെച്ചിരിക്കുന്നു. ഇത് ഞാൻ കണ്ടതിൽ എനിക്ക് കത്തിയാണോ ഇതെന്താണോ എന്ന് എനിക്ക് മനസ്സിലായില്ലായിരുന്നു. പക്ഷെ അയാൾ എനിക്ക് എന്തോ പറഞ്ഞു തന്നതിനൊരു പേര്, പക്ഷെ ഞാൻ മറന്നു പോയിരിക്കുകയാണ്. അത് ഇതുപോലെ ഹോം മെയ്ഡ് ആയിട്ട് അയാൾ വലിയ കാര്യമായിട്ട് തന്നെ അത് വിൽക്കുന്നുണ്ട്. അതിന് ചുറ്റും കുറച്ച് ആൾക്കാരും ഉണ്ടായിരുന്നു. പല രീതിയിലുള്ള കത്തിയും കൊടുവാളൊക്കെ നമുക്ക് അവിടെ കാണാൻ വേണ്ടി പറ്റും. ഈ കാണുന്നത് പലതരം ഡെക്കറേറ്റീവ് ഐറ്റംസ് ആണ്. ഇത് ഷൂ ഹോണാണ്. പക്ഷേ അതിന്റെ എക്സാക്ട് പർപ്പസ് എന്താണ്, അതിനകത്ത് കാണിക്കുന്നതെല്ലാം എന്തിനാ യൂസ് ചെയ്യുന്നത് എനിക്ക് അറിയില്ല. അറിയുന്നവരുണ്ടെങ്കിൽ കമന്റ് ചെയ്യും. ഈ കാണുന്നത് ചെമ്മരിയാടിന്റെ രോമം കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന ചെറിയ ചെറിയ ടോയ്സ് ആണ്. ഈ കാണുന്നത് നമ്മൾ വീട്ടിലിങ്ങനെ ഡെക്കറേഷന് വേണ്ടി തൂക്കിയിടുന്ന പലതരത്തിലുള്ള ഹാങ്ങിങ്സ് ആണ്. ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് ചെമ്മരിയാടിന്റെ രോമം കൊണ്ടാണ്. പലതരം ആനിമൽസിനെ കാണാം നമുക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായവരൊക്കെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റ, ബൈ ബൈ.